രാവണ-ശുക സംവാദം. ശുകൻ നേരെ രാവണനടുത്തെത്തുന്നു. വൈകുവാനുള്ള കാരണം രാവണൻ ചോദിക്കുന്നുണ്ട്. തന്നെ സുഗ്രീവ സഖ്യം പിടിച്ചുവെച്ചുവെന്നും ദൂതനെ ആദരവോടെ മടക്കി അയക്കണമെന്ന് ശ്രീരാമൻ അറിയിച്ചു എന്നും ശുകൻ അറിയിക്കുന്നു. തൻ്റെ പക്കൽ ഒരു ദൂത് തന്നുവിട്ടിട്ടുണ്ടെന്നും, അതായത് ഒന്നുകിൽ സീതയെ വിട്ടുതരിക, അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറെടുക്കുക എന്നാണതെന്നും ശുകൻ അറിയിക്കുന്നു. എന്തു ധൈര്യത്തിലാണ് സീതയെ അപഹരിച്ച് അന്ധനായി ഇങ്ങി പോന്നതെന്നും ശ്രീരാമൻ ചോദിച്ചുവെന്ന് ശുകൻ അറിയിക്കുന്നു. അങ്ങയെ കൊല്ലാൻ വലിയൊരു വാനരപ്പട വരുന്നുണ്ടെന്നും ഇവിടെ നിന്നും നോക്കിയാൽ തന്നെ അവരെ കാണാനാകുമെന്നും ശുകൻ രാവണനെ അറിയിക്കുന്നു. ആ സൈന്യത്തിൻ്റെ നേതൃസ്ഥാനത്ത് നീലൻ, അഗ്രജൻ, സുഗ്രീവൻ, ഹനുമാൻ, രംഭൻ, ശരഭൻ, ജാംബവാൻ തുടങ്ങി 67 കോടിയോളം വരുന്ന പ്രമുഖരും കോടികളോളം വരുന്ന വാനരപ്പടയുമുണ്ടെന്ന് ശുകൻ അറിയിക്കുന്നു. രാവണൻ്റെ അജ്ഞാനത്തെ ശമിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നുണ്ട് ശുകൻ. ശേഷം സീതയെ മടക്കി നൽകുവാൻ ഉപദേശിക്കുകയും ചെയ്യുന്നു. ശുകൻ്റെ ഉപദേശത്തെ രാവണനിൽ ക്രോധം ജനിപ്പിക്കുന്നു. തനിക്ക് മുൻപ് ചെയ്ത ഉപകാരങ്ങളെ ഓർത്തു മാത്രം താൻ നിന്നെ കൊല്ലാതെ വിടുകയാണെന്നുള്ള രാവണൻ്റെ ക്രോധം നിറഞ്ഞ വാക്കുകളും ഇനിയും നിന്നാൽ തല കാണില്ല എന്നുള്ള അലർച്ചയും കേട്ടപ്പോൾ പറഞ്ഞിട്ടും കാര്യമില്ല എന്ന തിരിച്ചറിവിൽ ശുകൻ തൻ്റെ ഗൃഹത്തിലേക്ക് മടങ്ങി.